ഹലോ, എന്നത്തെയും പോലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയേ. അങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മളെ മാനന്തവാടി ഗാന്ധി പാർക്ക് കേട്ടോ. മാനന്തവാടിക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. സൂപ്പറല്ലേ? അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 7:05 ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല തണുപ്പാണ് പുറത്ത്. മഴയൊക്കെ ഒന്ന് പെയ്തൊന്ന് തോർന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇതാ ഒരു ബസ് പോയി. ഇപ്പോൾ ഇതാ വരുന്ന കണ്ടോ, അതാണ് നമ്മൾ പോകാനുള്ള ബത്തേരി ബസ്. ഇന്ന് ഉച്ചത്തെ ഭക്ഷണം നമ്മൾ പുറത്തുനിന്നാക്കി കേട്ടോ. നമുക്ക് ഫസ്റ്റത്തെ സാലറി കിട്ടിയ ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച് നാളെ നമുക്ക് പുറത്തുനിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡാക്കാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ തുടങ്ങി കേട്ടോ. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ബത്തേരി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അലങ്കാർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് കയറിയത്. ഇവിടുത്തെ പഴംപൊരി എടുത്തു പറയാൻ പറ്റില്ല, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇവിടെ ഞാൻ കുറേ റെസിപ്പിയൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു അത് അവരുടെ ഹോട്ടലിൻ്റെ സീക്രട്ടാണ്, പറഞ്ഞു തരില്ല എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ നല്ല അടിപൊളി പഴംപൊരിയാണ്. നിങ്ങൾക്ക് ബത്തേരിക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അഥവാ ബത്തേരിയിൽ വരുന്നവർക്ക് വാങ്ങി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ബത്തേരി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് ഉച്ചയായി സമയം. അങ്ങനെ നമ്മൾ നേരെ ചെന്നത് മത്തായിസ് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. അപ്പോൾ നമ്മളെ കൂടെയുള്ള ഒരാൾ ബത്തേരിക്കാരിയാണ്. അപ്പോൾ അവർ പറഞ്ഞു മത്തായിസ് റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 7 പേരിൽ 4 പേര് മന്തിയാണ് ഓർഡർ ചെയ്തത്, ഒരു ഫുൾ മന്തി. ബാക്കി 3 പേര് അവർക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു മന്തി ആയിട്ടില്ല, എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മന്തി കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് 20 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് ഓരോരുത്തർ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് ആവും, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പാട്ടോ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ തള്ളൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പുറത്തുള്ളവരെയൊക്കെ നോക്കിയൊക്കെ ഇരുന്ന് അങ്ങനെ ഏകദേശം സമയം 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ ടൈം എടുത്തു കേട്ടോ ഫുഡ് വരാൻ. എന്തായാലും കാത്തിരുന്നതിന് ഒരു ഫലം ഉണ്ടായി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തത്. ഞാൻ ഇതുവരെ നമ്മളെ മാനന്തവാടിയിൽ മന്തി കഴിച്ചതിൽ വെച്ചിട്ട് ഞാൻ ഈ ബത്തേരിയിൽ നിന്ന് കഴിച്ച ഈ മന്തി എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. അതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തോന്നി. അത് റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ചിക്കൻ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര സൂപ്പറായിരുന്നു. മസാലയൊക്കെ നല്ല ചിക്കൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു. പിന്നെ അവർ തന്നിരിക്കുന്ന ഈ ചട്നി, ആ റെഡ് ചട്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ എന്തായാലും വയറ് നിറച്ചും കഴിച്ചേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫുൾ മന്തി മേടിച്ചിട്ട് ചിക്കനൊക്കെ തീർന്നു കേട്ടോ. പിന്നെ റൈസ് കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് 780 രൂപയായി ഈ ഫുൾ മന്തിക്ക്. അപ്പോൾ അതിൻ്റെ റൈസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതങ്ങ് പാർസൽ മേടിച്ചിട്ടോ. അത് നമ്മളിൽ നിന്ന് ഒരാൾ കൊണ്ടുപോയേ, അതാരാന്ന് നമ്മൾ പറയുന്നില്ല. എന്തിനാ വെറുതെ കളയുന്ന, 780 രൂപയ്ക്ക് മേടിച്ചതല്ലേ. ഇങ്ങനെ ആരെങ്കിലും പാർസൽ മേടിച്ചതിൻ്റെ ബാക്കി വരുന്ന റൈസോ എന്തെങ്കിലും തിരിച്ച് പാർസലായി കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ എന്തായാലും കുറച്ച് അതിൻ്റെ ബാക്കിയുള്ളത് പാർസലാക്കി എടുത്ത് ഒരാൾക്ക് കൊടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നേ. ഇന്നും എല്ലാം കഴിച്ച് വയറ് ഫുള്ളായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് കഴിഞ്ഞിട്ടാണ് നേരെ ഓഫീസിലേക്ക് പോയത് ഫുഡും കഴിച്ചിട്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് ഉറക്കം വന്നിട്ട് എല്ലാവരും പാമ്പ് ഇര വിഴുങ്ങിയ അവസ്ഥയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം റിപ്പോർട്ടൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം എഴുതി എല്ലാം റെഡിയാക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അടിച്ച് പൊളിച്ച്. പിന്നെ വൈകുന്നേരം ബസ് കയറിയത് ഓർമ്മയുള്ളൂ. മാനന്തവാടി എത്തിയതും അവിടുത്തെ കണ്ടക്ടർ മാനന്തവാടി എന്ന് വിളിക്കുമ്പോഴാണ് കണ്ണു തുറന്നത്. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. ഇന്ന് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.